ഞങ്ങൾ ഈ പാട്ടും പാടി പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്റർ അകലെയുള്ള കേരളത്തിൻ്റെ എക്കോ ടൂറിസം മാപ്പിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന മഹാഗണി തോട്ടത്തിലേക്കാണ്. എറണാകുളം മലയാറ്റൂർ ഇല്ലിത്തോടിലുള്ള ഒരു അട്ടിപ്പൊളി സ്പേസ് അത് തന്നെയാണ് മഹാഗണി തോട്ടം. കൊച്ചിയിൽ നിന്ന് ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഏറ്റവും കിടലനായിട്ടുള്ളൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ് മഹാഗണി തോട്ടം എന്ന് പറയുന്നത്. പ്രവേശന ഫീസ് മുതിർന്നവർക്ക് 50 രൂപയാണ്. കൊച്ചിയിലെ ഭയങ്കര തിരക്കിൽ വീർപ്പ് മുട്ടി നിൽക്കുന്നവർക്ക് വല്ലപ്പോഴും നല്ല കിടലൻ ഓക്സിജനൊക്കെ ശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നേരെ മഹാഗണി തോട്ടത്തിലേക്ക് പോരെ. ഹലോ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ട് അയലൊക്കെന്ന് പറയാൻ പറ്റില്ല, ഒരു മഹാഗണിത്തോട്ടം. എറണാകുളം ജില്ലയിലുള്ളവർക്കൊക്കെ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റിയ കുറച്ച് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റ് ഏരിയ ആണത്. അതായത് മലയാറ്റൂർ ഇൻ്റർനാഷണൽ പിൽഗ്രിം സെൻറ്റർ, അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അടിപൊളി കാഴ്ചകളാണ്. പെരിയാറിനോട് ചേർന്നിട്ടുള്ള അടിപൊളി ഒരു കാടും ആ കാട്ടിലത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചിയിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മഹാഗണി തോട്ടത്തിലേക്ക് എത്താൻ പറ്റും. മലയാള സിനിമയിലെ എക്കാലത്തെയും ഹിറ്റായിട്ടുള്ള പുലിമുരുകനും അതേപോലെ തന്നെ നമ്മുടെ ചിയാൻ വിക്രത്തിൻ്റെ രാവൺ, അതങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു കിടിലൻ ലൊക്കേഷനാണ് മഹാഗണി തോട്ടം എന്ന് പറയുന്നത്. രാവിലെ ഒരു 8 മണി തുടങ്ങി വൈകുന്നേരം ഒരു 4:30 വരെയാണ് ഇവിടുത്തെ ഒരു പ്രവേശന സമയം എന്ന് പറയുന്നത്. ഒരുപാട് മഹാഗണി മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു വനം പ്രദേശമായതുകൊണ്ടാണ് മഹാഗണി തോട്ടം എന്ന് തന്നെ പറയുന്നത്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് മഹാഗണി മരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ കണ്ട ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ഏകദേശം ഒരു 10 മിനിറ്റോളം കാടിൻ്റെ നടുവിലൂടെ ഈ ഒരു കാടിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മളൊരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് പെരിയാറിലേക്ക് എത്താൻ സാധിക്കും. വന്യമൃഗങ്ങൾ ഒരുപാട് ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട്, പ്രത്യേകിച്ച് ആന ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലൈഫ് ഗാർഡുകൾ നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസ് തീർച്ചയായിട്ടും നമ്മളത് പാലിച്ചിട്ട് മാത്രമാണ് ഈ ഒരു സ്ഥലം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ കാടിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് കാനന പാതകളെല്ലാം താണ്ടി നമ്മൾ നേരെ എത്തുന്നത് പെരിയാറിൻ്റെ കരയിലേക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, പെരിയാറിൽ ഒരുപാട് അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന കുറേ കുഴികളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് മാത്രമാണ് ഇവിടെ നമ്മൾ കുളിക്കാൻ ഇറങ്ങാൻ പാടുള്ളൂ. പിന്നെ കുളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് റിഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് അടിപൊളി ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പെരിയാറിൻ്റെ ആ ഒരു കരയിലേക്ക് എത്തുമ്പോൾ ഇവിടെ കുറച്ച് ഊഞ്ഞാലും സംഭവങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടുത്തെ സ്റ്റാഫ് ഈ ഒരു ഏരിയ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റോളം കാട്ടിക്കൂടെ നടന്നിട്ടാണ് നമ്മൾ ഈ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തുമ്പോൾ നമുക്ക് ഇവിടെ വേറെ വെള്ളമോ അല്ലെങ്കിൽ ലഘുഭക്ഷണ കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മൾ വെള്ളവും ലഘുഭക്ഷണമൊക്കെ കരുതുക. പിന്നെ അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ സ്റ്റാഫ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഒരു ഏരിയ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് തീർച്ചയായിട്ടും ഉത്തരവാദിത്തത്തോടുകൂടി ഇവിടെ അവർ ക്രമീകരിച്ചിട്ടുള്ള ഡസ്റ്റ്ബിന്നിൽ മാത്രം നിക്ഷേപിക്കുക. നമ്മൾ വന്നപ്പോൾ പെരിയാറിൽ വെള്ളം വളരെ കുറവായിരുന്നു. മാത്രമല്ല വെള്ളം അത്യാവശ്യം കലങ്ങിയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ സാധാരണ എന്താ പറയുക, ഈ മഴയുള്ള സമയങ്ങളിലൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ വെള്ളം കയറുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെ ഒരുപാട് ഊഞ്ഞാലുകൾ പുഴയിലേക്ക് ഇറക്കിയും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. ഒരുപാട് സിനിമ ഷൂട്ടിങ്ങും അതേപോലെ തന്നെ പ്രീ വെഡ്ഡിങ് ഷൂട്ടിങ്, മെറ്റർനിറ്റി ഷൂട്ട്, അങ്ങനെ ഒരുപാട് ഷൂട്ടിങ്ങുകൾ നടക്കുന്ന ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ ഒരു മഹാഗണി തോട്ടം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പുലിമുരുകൻ, അതേപോലെ തന്നെ രാവണൻ, പിന്നെ ചിന്താമണി കൊലക്കേസ്, അങ്ങനെ ഒരുപാട് മലയാള സിനിമയിലെ ഒരു ഇഷ്ട ലൊക്കേഷൻ തന്നെയാണ് ഈ ഒരു മഹാഗണി തോട്ടം എന്ന് പറയുന്നത്. മലയാറ്റൂർ കോടനാട് ഫോറസ്റ്റ് ഡിവിഷനിൽ പെട്ട മഹാഗണി തോട്ടത്തിൻ്റെ ഈ ഒരു കാടിന് നടുവിലൂടെ ശരിക്കും ഭൂവത്താങ്കെട്ടിലേക്ക് ഒരു കാനന പാതയുണ്ട്. നമ്മുടെ പുലിമുരുകൻ സിനിമയിൽ ലാലേട്ടൻ ചന്ദനം കടത്തുന്ന ഒരു പാതയില്ലേ, ആ പാത തന്നെ. ആ ഒരു പാത ശരിക്കും വെള്ളിയാഴ്ച ആ ഒരു ദിവസങ്ങളിൽ ഭൂവത്താങ്കെട്ടിലുള്ള വിശ്വാസികൾക്ക് മലയാറ്റൂർ മലയിലേക്ക് വരാൻ വേണ്ടിയിട്ട് തുറന്നു കൊടുക്കാറുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ DFOൻ്റെ സ്പെഷ്യൽ പെർമിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പാതയിലൂടെ, കാനന പാതയിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ശരിക്കും ഒരുപാട് വന്യമൃഗങ്ങളെ കണ്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ഓഫ് റോഡ് പാതയാണ് ആ ഒരു പാത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ DJ എന്താ പറയുക നിയോയിൽ നമ്മുടെ മഹാഗണി തോട്ടത്തിൻ്റെ കുറച്ച് അടിപൊളി കാഴ്ചകൾ, ആകാശ കാഴ്ചകൾ ഒപ്പിയെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പുഴയുടെ ആ ഒരു കരയിൽ ഒരുപാട് ഊഞ്ഞാലുകൾ ഇവർ ക്രമീകരിച്ചിട്ടുണ്ട്. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. ശരിക്കും ഇവിടെ വെള്ളം കുറച്ചുകൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഭാഗത്ത് കൂടി കുറച്ച് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഊഞ്ഞാലിൻ്റെ ഒരു എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും.
അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചൊരു ഊഞ്ഞാലൊക്കെ ആടിയിട്ടാണ് നമ്മൾ ഈ പെരിയാറിൽ നിന്ന് തിരിച്ചു പോയത്. ഇവിടെ ഈ പുഴയിലേക്ക് ഇറങ്ങുന്നതിൻ്റെ അവിടെ തന്നെ ഒരുപാട് സുരക്ഷാ മുൻകരുതൽ ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ശരിക്കും നമ്മൾ വായിച്ച് നോക്കി ആ ഒരു സുരക്ഷയൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. പിന്നെ ഒരുപാട് പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. പ്ലാസ്റ്റിക്, അതേപോലെ തന്നെ ലിക്കർ, അതൊക്കെ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. ഇപ്പോൾ വെള്ളം കുപ്പിയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ ഡസ്റ്റ്ബിന്നിൽ മാത്രം നിക്ഷേപിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ പുഴയുടെ പെരിയാറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് വീണ്ടും നമ്മൾ തിരിച്ച് കാനൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കൊച്ചിയിൽ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് മഹാഗണിത്തോട്ടം. ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് മഹാഗണിത്തോട്ടം എന്ന് ടൈപ്പ് ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇല്ലിത്തോട് അല്ലെങ്കിൽ മുളങ്കുഴി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ റൂട്ട് കിട്ടുന്നതാണ്. ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവാണ് ഈ ഒരു പ്ലേസിലേക്കുള്ളത്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കാടിൻ്റെ ആംബിയൻസിൽ നല്ല അടിപൊളിയായിട്ട് നല്ല ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക്, കാടിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് മഹാഗണിത്തോട്ടം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയുള്ള ലൈഫ് ഗാർഡുകളുടെ ഇൻസ്ട്രക്ഷൻസ് പാലിച്ച് മാത്രം ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക. ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെ കൊണ്ട് വരാണെങ്കിൽ തന്നെ നിങ്ങളും തന്നെ വരാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് മാത്രം ഇവിടെ ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ മഹാഗണിത്തോട്ടത്തിൻ്റെ ഒരു കിടിലൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കിടിലൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതാണ്.